തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പാതി വഴി പിന്നിടുമ്പോൾ ജനങ്ങൾ എങ്ങനെ കരുതുന്നു പ്രചാരണത്തെ? ഒപ്പം എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് നീങ്ങുന്നത്? ഭരണം, കോർപ്പറേഷൻ അടക്കം എങ്ങോട്ട് നീങ്ങും? എന്തായാലും ജനങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ മറുപടി പറയാം. ഏതാനും ദിവസങ്ങളായി സ്ഥാനാർത്ഥികളൊക്കെ വീടുകളിൽ എത്തിത്തുടങ്ങി പ്രചാരണമൊക്കെ കൊണ്ടുപിടിച്ച് നടക്കുന്നു. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശം? തെരഞ്ഞെടുപ്പ് നല്ല ആവേശത്തിൽ പോകുന്നുണ്ട്. എല്ലാവർക്കും ഒരു മാറ്റം, ഭരണമാറ്റമാണെന്നുള്ളതാണ് നമ്മൾ സമീപിച്ച എല്ലാ വീട്ടുകാരും പറയുന്നത്. കാരണം ഇപ്പോൾ പറഞ്ഞു വരുന്നത് പിന്നെ എല്ലാവർക്കും പെൻഷൻ കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഡബിളായിട്ട് സെക്സ് വാങ്ങുന്നുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. ഇപ്പോൾ പെട്രോളിന് മുകളിലായി കഴിഞ്ഞാലും ഭൂനികുതി ചെയ്യുന്ന മറ്റുള്ള കാര്യത്തിലൊക്കെ ഗവൺമെൻറ് വാങ്ങിയതിന് ശേഷം, ഡബിൾ വാങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഈ 400 രൂപ കൂട്ടിക്കൊടുത്ത് 2000 ആക്കിയത്. അപ്പോൾ അത് ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് നിലയ്ക്കാണ് ബീച്ച് നവീകരണത്തെ നമുക്കെല്ലാം അറിയാം. ഈ ഓരോ കമ്മിറ്റിക്കും വാങ്ങുന്നത് 3 ലക്ഷം റുപ്യയാണ്. അത് ഫസ്റ്റ് തന്നെ 1 ലക്ഷം റുപ്യ കൊടുത്ത് ബാക്കി 2 ലക്ഷം റുപ്യ അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കം ഓരോ കടക്കാരും അടച്ചുണ്ടാക്കണം. അപ്പോൾ അതിൽ തന്നെ വലിയൊരു അഴിമതിയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെങ്കിൽ മാക്സിമം 2 ലക്ഷം റുപ്യ കൊണ്ടൊക്കെ നടക്കുന്നുള്ള ചെറിയ ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അതന്നെ വലിയൊരു ജനങ്ങളെ പറ്റിക്കുന്നൊരു പരിപാടിയാണെന്നുള്ളതാണ് മൊത്തത്തിൽ അഭിപ്രായങ്ങൾ വരുന്നത്. കഴിഞ്ഞ 40-45 വർഷമായിട്ട് LDF തന്നെ ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും മാറും. കാരണം ജനങ്ങളിപ്പോൾ പഠിച്ച് ഈ 9 കൊല്ലത്തെ LDFൻ്റെ ഭരണം ആളുകളൊക്കെ വളരെയധികം പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണങ്ങളെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ചാനലുകാർക്ക് വരെ അറിയുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു മാറ്റം വരണമെന്ന് എല്ലാവർക്കും ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു 3 സെൻറ്റിൽ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ 65,000-70,000 രൂപ കോർപ്പറേഷനിൽ ആദ്യം പൈസ അടയ്ക്കണം. എന്തെങ്കിലും എടുക്കാൻ പറ്റില്ല. ആദ്യം അത് 3000 രൂപ ഉള്ളതായിരുന്നു. അതിൻ്റെ 10 ഇരട്ടിയോ അല്ല കൂടിയത്. ഇപ്പോൾ ഒരു ചെറിയ വീട് വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ എനിക്ക് ഒരുപാട് ആളുകൾ ഇവിടെ ഗവൺമെൻറ് പറയുന്നുണ്ട്, ഇവിടെ ആർക്കും കഷ്ടപ്പാടില്ല, ദാരിദ്ര്യമില്ല, അതിദാരിദ്ര്യത്തിൽ നിന്നൊക്കെ മാറിയിട്ടാണെന്നുള്ളത്. ഇപ്പം നമ്മളെ പ്രദേശത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ കാണാൻ പറ്റും. വളരെ പ്രയാസത്തിൽ ജീവിക്കുന്ന വീടുകളും പൊട്ടിപ്പൊളിഞ്ഞ വീടുകളും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. വീടില്ലാത്ത ഇന്നും ഒരു പാർട്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞ് അവർക്ക് വീടില്ല, സ്ഥലവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ 3 സെൻറ്റ് സ്ഥലമായി കഴിഞ്ഞാൽ ഒരു വൈച്ചിരമ്മ പോലുള്ളൊരു വീട് നമ്മൾ ഉണ്ടായിത്തരാൻ തയ്യാറാണ്. വന്ന് കരയാണ്. അപ്പോൾ അതാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ അവസ്ഥ. എങ്ങനെയാണ്? ഇത് തന്നെയാണോ അഭിപ്രായം? എന്താണ് ഈ 40-45 വർഷക്കാലം അഴിമതി മാത്രമേ ഈ ഭരണത്തിലുണ്ടായിരുന്നു. നമ്മളൊക്കെ നിത്യേന ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം കോർപ്പറേഷൻ ഓഫീസുകാർ ബന്ധപ്പെടുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ആളുകളാണ്. ഇപ്പോൾ വീടുകൾ ഉണ്ടാക്കുക, കൊടുക്കുക ഒക്കെ ചെയ്യുന്ന. അപ്പോൾ ഈ ഒരു 5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ മാറി. ഇപ്പോൾ 300 ചില്ലാനും ഉറുപ്പ്യ കൊടുക്കേണ്ടടുത്ത് 30,000 ചില്ലാനും ഉറുപ്പ്യാണ് ഇപ്പോൾ വീടിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ 40-45 വർഷക്കാലം ഈ അഴിമതിയേറിയ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം താഴെ ഇറക്കി UDFൻ്റെ ഭരണം നിലവിൽ വരണം എന്നാണ് നമ്മളെ അഭിപ്രായം. അല്ല, പ്രചരണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശമൊക്കെ? തെരഞ്ഞെടുപ്പ് വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. നമ്മൾ അവിടെ നാട്ടിലുള്ള സ്ഥാനാർത്ഥിമാരുടെ അവരവരുടെ ഒരു ഇഷ്ടത്തിനും അവരുടെ പ്രവർത്തനവും നോക്കിയിട്ടാണ് ആൾ വോട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് രാഷ്ട്രീയ പാർട്ടി നോക്കുന്നില്ല. പ്രാദേശികമായി എങ്ങനെയാണോ സ്ഥാനാർത്ഥികൾ പെർഫോമൻസ് കാണിക്കുന്നത് അതുപോലെയാണ് നാട്ടിൽ ഒരു ട്രെൻഡുള്ളത്. ഈ വലിയ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും നമ്മുടെ കാര്യമല്ല ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. അല്ലല്ല, പഞ്ചായത്തിൽ അങ്ങനെ വലിയൊരു കാര്യമാക്കുന്നില്ല. മെയിനായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക, നാട്ടിലുള്ളവർക്ക് നല്ലൊരു സഹകരണം ഉണ്ടാകുക, സഹായം ഉണ്ടാകുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2 പാർട്ടികളും പരസ്പര ആരോപണമുണ്ട്. ഒരിടത്ത് സ്വർണ്ണക്കൊള്ള പറയുമ്പോൾ മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പറയുന്നു. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ്? നാട്ടിൻ പുറത്ത് അങ്ങനെ ഒരു വലിയൊരു ഓളമൊന്നും അതിനില്ല. എന്നാലും ചിലയിടങ്ങളിൽ ഉണ്ടെങ്കിലും നാട്ടിൻ പുറത്ത് വലിയൊരു ഓളായിട്ട് കാണുന്നില്ല. പ്രാദേശികമായ വിഷയം തന്നെയാണ് നാട്ടിൽ മുഴുവൻ നടക്കുന്നത്. വ്യക്തികളെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. അതായത് പ്രാദേശികമായി വ്യക്തികൾ എങ്ങനെയാണോ ഉള്ളത്, അവരുടെ പ്രവർത്തനം എങ്ങനെയാണ്, അത് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. വലിയ വലിയ വിഷയങ്ങളൊന്നും ആരും കാര്യമായി എടുക്കുന്നില്ല. അങ്ങനെയാണ്. അത്തരം വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല എന്നാണ് നമുക്ക് പറയുന്നത്. ബീച്ചിലെ കച്ചവടക്കാരിലേക്ക് പോകാം. അവരാണ് ഇവിടുത്തെ ഒരു അംബാസിഡേഴ്സ്. എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ ഒരു ആവേശമൊക്കെ ആയോ? ഇലക്ഷൻ്റെ ഇപ്പോൾ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അത് ആവേശത്തിലൊക്കെ ആവുന്നുണ്ട്. പിന്നെ ഭരണത്തിന് വെച്ചാൽ ഇപ്പോൾ വീഴ്ചപ്പാടൊന്നും വന്നിട്ടില്ല, അങ്ങനെ പോകുന്നുണ്ടല്ലോ. അതിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതും കൊണ്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള മാർഗം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട്? നിങ്ങളുടെ കടകളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ ഉണ്ടോ? കാര്യമായിട്ട് തെറ്റില്ല, അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അല്ല, നിങ്ങൾ ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്ന ആളുകൾ എത്തുമെന്നല്ലേ? അതുണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, ചെറിയ മട്ടത്തിൽ അങ്ങനെ പോകുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് വന്നതും കൊണ്ട്. അല്ല, നേരത്തേലും കുറഞ്ഞോ കൂടിയോ കച്ചവടം? അത് തെറ്റില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ അത് തെറ്റില്ലാത്തതല്ല, നല്ല വികസനമായിട്ട് ഇങ്ങനെ വന്നതും കൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അല്ല, ബീച്ചിൻ്റെ ഒരു മൂച്ചായ മാറിയോ? അപ്പോൾ അതൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്ന് ഇനി മാറ്റം വരാൻ വേണ്ടി കളിക്കുകയാണ്. ഇനിയും വന്നുകൊണ്ട് നിന്നോളൂ.
അതാണ് നമ്മളെ വീഴ്ചപ്പാട്. ഈ കോർപ്പറേഷന് 10-45 വർഷമായിട്ട് LDF തന്നെ ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അവിടെ എന്തെങ്കിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് UDF പറയുന്ന മാറും? അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പിൽ ആര് നിൽക്കാണ്, ഏത് സ്ഥാനാർത്ഥിയാണ്, ഓര് ജയിക്കാൻ ചോദിക്കാൻ ഭരണം ഉണ്ടാവും. നമ്മളെ സ്ഥാനാർത്ഥിയാണെന്ന് വെച്ചാൽ ഒരിക്കലും ഭരണം കൂടെ അതും ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പ് നിലവിൽ നിൽക്കുകയാണല്ലോ. അതാര് ജയിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല. എവിടെ, ഏതാ ഡിവിഷൻ, ഏതാ വീട്? എവിടെ? എൻ്റെ വീട് വെള്ളയിലാണ്, മെട്രോട്ടിന് അടുത്താണ്. അവിടെയൊക്കെ വലിയ ആവശ്യമുണ്ടോ? തെറ്റില്ലാത്ത കുഴപ്പത്തിൽ എല്ലാവരും അങ്ങനെ പോകുന്നുണ്ട്. എല്ലാവരും എല്ലാ ജോലിയും അതിൽ ചെയ്തിട്ട് അവിടെ ഒന്ന് പ്രവർത്തനമുണ്ട്. എങ്ങനെയുണ്ട് ആവേശമൊക്കെ? എങ്ങനെയുണ്ട്? തിരിഞ്ഞോ? എൻ്റെ നാട് കൊല്ലമാണ്. ഞാൻ കോഴിക്കോട് ബീച്ച് 15 വർഷമായി. കോഴിക്കോട് ഞാൻ വന്നപ്പോഴുള്ള 22 വണ്ടിയുള്ള ഇന്ന് 92 വണ്ടിയുണ്ട് കോഴിക്കോട് ബീച്ചിൽ. കോഴിക്കോട് സംസ്ഥാന ഗവൺമെൻറ്റും സാധാരണക്കാരനും ഇവിടെ കച്ചവടം ചെയ്യാതെ വഴി കൂടെ പായസം കച്ചവടക്കാർക്ക് വരെ സംസ്ഥാന ഗവൺമെൻറ്റും കോർപ്പറേഷനും വണ്ടി കൊടുത്തു. ഈ വണ്ടി ഇവിടെ ബീച്ചിൽ കയറ്റാത്ത ആൾക്കാർക്ക് വരെ വണ്ടി കൊടുത്തു. അത് വലിയൊരു കാര്യമില്ലേ? 92 പേർക്ക് ലൈസൻസുള്ള വണ്ടിയുള്ളവർക്ക് കൊടുത്തു. നല്ലൊരു കാര്യമാണ് അത് ചെയ്ത. ആരെയും വകഭേദത്തോടു കൂടി മാറ്റി നിർത്തിയിട്ടില്ല. അതാണ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും വലിയൊരു. ഈ വണ്ടി വന്നിട്ട് എങ്ങനെയുണ്ട് കച്ചവടം നല്ല പുരോഗമിച്ചു വരുവാണ്. ഇപ്പം മെട്രോപൊളിറ്റൻ ടൗൺ പോലായി. അതായത് ഇവിടെ വണ്ടി ഭയങ്കര ലുക്കൊക്കെ മാറി. ഇപ്പം മുട്ടായി തെരുവ് പോലെ ആൾക്കാരെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര വൈകുന്നേരം ഭയങ്കര തിരക്കാണ്. ഒരു മനുഷ്യനെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നേക്കുവാണ്. ആളുകൾ ഇങ്ങനെ ഒരു ഭാഗത്തൂടെ പോവാണ്. അത് 120 മീറ്റർ നീളത്തിലാണ് ഈ ബീച്ച് ഇപ്പം പണിതിരിക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി ബീച്ച് ഡെവലപ്മെന്റ് ആക്കാൻ പോവാണ് ഒന്നും കൂടി. അതായത് കോവളം ബീച്ച് പോലെ ആധുനിക രീതിയിലാക്കാൻ പോവാണ് കോർപ്പറേഷനും സംസ്ഥാന ടൂറിസ്റ്റ് വകുപ്പും. അതൊക്കെ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ടൗണിനോട് ചേർന്ന് നടക്കുന്ന ഏറ്റവും വലിയ ബീച്ചാണ് കോഴിക്കോട് ബീച്ച്. ഇനി ഒരു 20 വർഷത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും നീളം കൂടി ബീച്ചായിട്ട് മാറി ഈ കോഴിക്കോട് ബീച്ച്. ഇതുപോലെ എന്നും ആള് വരുന്ന വേറെ ബീച്ചില്ലെന്നല്ലേ? ഏത് സമയത്തും പാതിരാത്രി ആയാലും വെളുപ്പിനായാലും ഇവിടെ മഴ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ആൾക്കാരില്ലാത്തുള്ളൂ. അല്ലാത്ത സമയത്ത് 24 മണിക്കൂർ ആളാണ്. പിടിച്ചുപറി, കൊലപാതകം, കൂട്ടിക്കൊടുപ്പ്, മയക്കുമരുന്ന് ബിസിനസ് ഒന്നും ഈ ബീച്ചിലില്ല. എൻ്റെ ഇപ്പോൾ ഈ 15 വർഷത്തെ ഇവിടെ ഉണ്ട് ഞാൻ. അത് ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. അതാണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ ഹാപ്പിയാണ് ഭരണത്തിൽ ഹാപ്പിയാണ്. ഭരണത്തിൽ 5 കാപ്പി. അടുത്ത ഇടതുപക്ഷം രാജ്യത്തിന് വരും. കോർപ്പറേഷൻ ഇടതുപക്ഷം മുന്നണി തന്നെ വരും. അല്ല, UDF പറയുന്ന അവർ ഇത്തവണ ഭരണം തിരിച്ചു പിടിക്കും. ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് താഴെക്കടയിൽ പ്രവർത്തിക്കാൻ ആരാ ഉള്ള UDFന്? ആളില്ല. എവിടെ KC എവിടെ കിടക്കുന്നത്? KC എവിടെ കിടക്കുന്നത്? ഇവിടെ LDFനാണെങ്കിൽ ശക്തമായ വിദ്യാർത്ഥി യൂണിയനുണ്ട്, SFI, അതുപോലെ യുവജന സംഘടനയുണ്ട്, DYFI. അവർ ശക്തമായൊരു രംഗത്ത് വരും. അവർ നമ്മൾ വെറുതെ നടക്കുന്നതല്ല, ശക്തമായി പ്രവർത്തിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് LDF അധികാരത്തിൽ സംശയം ഉണ്ടാക്കരുതിൽ. അങ്ങനെയാണോ ചേട്ടാ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അയാൾ പറഞ്ഞു മിക്കവാറും ശരിയാ. വളരെ കറക്റ്റ് വേർഡുകൾ അയാൾ പറഞ്ഞു. ഈ ബീച്ചിന്റെ അവസ്ഥ വലുതായിട്ട് മാറി. ബീച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഡെവലപ്പായതാണ്. നമ്പർ ഡെവലപ്പായത്. കഴിഞ്ഞ ബീച്ചിൽ നിൽക്കുന്നതിനെക്കാട്ടി ടോപ്പ് കച്ചവടം ഇപ്പോൾ ഇവിടെ നടക്കണേ. ഒരുപാട് മറ്റേ പല രാജ്യത്തുള്ള മാതിരി തന്നെ ഇവിടെയും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. ഇത് മക്കൾ പറഞ്ഞാൽ തന്നെ പിടിച്ചേറില്ല, ഒരു വേണ്ടാത്ത രീതിയിലില്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ചിങ് ഇല്ല. വളരെ നല്ല രീതിയിലാണ്. അങ്ങനെ ഒരു മാതൃകാ ബീച്ച് തന്നെ മതി. എന്തായാലും മാതൃകാ ബീച്ച് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ഇവിടെ വരുന്ന ആളുകളോട് ചോദിക്കാം. ചേട്ടാ, എവിടെ സ്ഥലം? എവിടെ? പരപ്പനങ്ങാടി. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു ആവേശമൊക്കെ? എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ ആവേശം? ഉഷാറായിട്ട് പോകുന്നു. നല്ല ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമായിട്ട് നടക്കുന്നു. അയൽവാസി മത്സരിക്കുമ്പോൾ പ്രത്യേക ഇൻട്രസ്റ്റ് അല്ലേ? അപ്പോൾ അത് കണ്ടിക്കാൻ പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്. രണ്ടുപേരും അയൽവാസികളാണ്. രണ്ടുപേരും കൂട്ടുകാരന്മാരാണ്. ഒരു പ്രത്യേക ഇൻട്രസ്റ്റും എനർജിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ബീച്ചിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ കോഴിക്കോട്? ഇപ്പൊ മൈക്ക് വാങ്ങാൻ വേണ്ടി വന്നതാ. ഇപ്പൊ നാളെ അല്ല, സാധാരണ ഇവിടെ വരാറുള്ളതാണോ? വരാറില്ല. വലിയ മാറ്റമൊക്കെ വന്നെന്നാ പറയുന്നത്. ഈ ഫുഡ് തീരത്തുനിന്ന് ഇങ്ങോട്ട് മാറ്റി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കോഴിക്കോട്ടെ പറ്റി എന്താ തോന്നുന്നത്? വളരുന്നുണ്ടോ കോഴിക്കോട്? ഉഷാറായിട്ട് വളരുന്നുണ്ട്. കാരണം കുറച്ച് മുമ്പൊന്നും ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ ഇങ്ങനെ വണ്ടികളും സംഭവം സെറ്റപ്പൊക്കെ വന്നത്. പിന്നെ വണ്ടി നിർത്താൻ ഇപ്പോൾ കുറച്ചും കൂടെ സ്ഥലമുണ്ട്. കോഴിക്കോട് ഉഷാറാണ്. ചേട്ടാ, എവിടെ വീട്? മീഞ്ചന്ത. എങ്ങനെയാണ് ഇലക്ഷന്റെ ആവേശമൊക്കെ? എവിടെ വരെ ഇലക്ഷന്റെ ആവേശം? നമ്മളോട് ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദാണ് മത്സരിക്കുന്നത്. പിന്നെ രണ്ടാമത് SK അബൂബക്കർ. ഒരു തമ്മിലാണ് പ്രധാന മത്സരം. കുഴപ്പമില്ല, പ്രചാരണമൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. എങ്ങനെയാ? 45 വർഷത്തിലധികമായിട്ട് LDF തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷൻ. ഇത്തവണ അത് മറിക്കുന്നതാണ് UDF പറയുന്നത്. എന്തെങ്കിലും നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? വിചാരിച്ചാൽ മറിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷേ LDF വിട്ടുകൊടുക്കുമെന്ന് അറിയില്ല.
ഇതെങ്ങനെയുണ്ട് ബീച്ചിന്റെ ഒരു അവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് ഈ നേരത്തെ ഉഷാറായിരിക്കുന്നു അത് ഒന്നും പറയാനില്ല. ബീച്ചൊക്കെ എന്തായാലും പഴയകാട്ടി മാറ്റം തന്നെ അല്ലേ. നല്ല ഇരിപ്പിടങ്ങൾ, നല്ല മറ്റേ എന്താ പറയുക ഒരു അന്തരീക്ഷം തന്നെ ഒരു കടകളൊക്കെ കുറച്ച് വൃത്തിയായി. അതെ തീർച്ചയായിട്ടും അതന്നെ നല്ലൊരു മറ്റേ മാറ്റത്തിന് കാരണക്കാരായ കോർപ്പറേഷന് അത് ഒന്നും പറയാനില്ല. കോർപ്പറേഷൻ തന്നെ അല്ല ഇതിൻ്റെ എല്ലാതും. പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ കമ്പനിക്കാരുണ്ട്. അപ്പോൾ പറഞ്ഞ് കുറച്ച് കാര്യം ബുദ്ധിമുട്ടാണ്, പതുക്കെ റെഡി ആവയ്ക്കും എന്താണെന്നറിയില്ല. എന്തായാലും കാര്യങ്ങൾ മെച്ചപ്പെട്ടെന്ന് പറയുന്നു. എങ്ങനെയുണ്ട് ഈ ബീച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടേ കടകളൊക്കെ മാറ്റിയിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു അവസ്ഥ? എങ്ങനെയാണ് മെച്ചപ്പെടുന്നുണ്ടോ കാര്യങ്ങൾ? രണ്ടും മെച്ചം തന്നെയാണ്. ഇത് കുറച്ച് വൃത്തിയായി, കുറച്ച് വൃത്തിയായില്ലേ? ആളുകൾക്ക് പൊടിയൊക്കെ അടിക്കാതെ കുറച്ചുകൂടെ ഇലക്ഷന്റെ ഒരു ആവശ്യമൊക്കെ എവിടെ വരെ? എവിടെ വോട്ട് എവിടാ? ആർക്കില്ല, വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യില്ലേ? അതിന്റെ നേരത്തെ ചെയ്യാറ് ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലേ? അപ്പോൾ ഇതുവരെ ചെയ്തില്ല, ചെയ്യില്ല, ചെയ്യല്ല. ഇതുവരെ ചെയ്തിനു, ഇനി ചെയ്യില്ല. അതെന്താ കാര്യം? എന്താ അങ്ങനെ വോട്ട് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അല്ല, അദ്ദേഹം വോട്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആളുകൾ നിരവധി പേര് ഈ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ തേടാം. ചേട്ടാ എവിടുന്നാ വരുന്നേ? കോഴിക്കോട് തന്നെ. 20 കിലോമീറ്റർ. വോട്ടിന്റെ ആവേശമൊക്കെ എവിടെ വരെ? തെരഞ്ഞെടുപ്പിന്റെ ആവേശമൊക്കെ എവിടെ വരെ? തെരഞ്ഞെടുപ്പിന്റെ ആവേശം എന്താ ആവേശം? നമുക്ക് പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല. പിന്നെ അന്നപ്പം നാട്ടിൽ ആരാ നല്ല ആളെന്ന് നോക്കിയിട്ട് ചെയ്യും, അത്ര തന്നെ. അങ്ങനെയുള്ളൂ, അല്ലാതെ രാഷ്ട്രീയം നോക്കിയല്ല. അങ്ങനത്തെ ഒന്നും ചെയ്യും. ഈ നിയമസഭയ്ക്കും പാർലമെന്റിനും ഒക്കെ രാഷ്ട്രീയം നോക്കിയാ വോട്ട് ചെയ്യാം? അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയത്തിനോട് പൊതുവെ ഇപ്പം രാഷ്ട്രീയത്തിൽ എന്താ നടക്കുന്നത്? ഓൾക്ക് വേണ്ട പോലെ ചെയ്യുക. നമ്മൾ സാധാരണക്കാരെന്തോ ചെയ്യുന്നുണ്ട്. സാധാരണക്കാരെന്നും കഷ്ടപ്പെട്ട് പണിയിട്ടും ജീവിക്കുക. ഭയങ്കര പ്രചരണമാണ് 2 വർഷം. ഒരു വർഷം പറയുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടെന്ന് പറയുന്നു, മറുവശം പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തെ ഒളിവിലാന്ന് പറയുന്നു. അങ്ങനെ പല എല്ലാവരും ചെയ്ത തെറ്റ് തന്നെയല്ലേ? എല്ലാവരും ആരോ ശരി, രണ്ട് പാർട്ടി, രണ്ടാൾ ചെയ്ത തെറ്റല്ലേ? അല്ലേ? രണ്ടും തെറ്റുകാരല്ലേ? ഈ കോഴിക്കോടിന്റെ ഒരു വികസനത്തെ എങ്ങനെ കാണുന്നു? നിങ്ങളൊക്കെ സ്ഥിരമായി എത്തുന്ന സ്ഥലമല്ലേ കോഴിക്കോട്? ഒരു കാലത്തിനനുസരിച്ച് കോഴിക്കോട് മാറുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ? കോഴിക്കോട് മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുന്നത്, ഇതൊക്കെ തന്നെ. ഇവിടെ കുറേ മെച്ചപ്പെട്ടു, ബീച്ച് കാര്യങ്ങളൊക്കെ കുറേ മെച്ചപ്പെട്ടു. ഇപ്പോൾ ബീച്ച് പണ്ടത്തെ പോലെ അല്ല. അല്ല, ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. ഇതൊക്കെ നല്ല സൗകര്യം. ഇതൊക്കെ സൗകര്യം തന്നെ. ഇതൊക്കെ നല്ല സൗകര്യം. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? ബീച്ച് വരാറുള്ള വല്ലപ്പോഴൊക്കെ. ഇത് ഇങ്ങനെ ആയപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു 6 മാസം മുന്നേ വന്ന, അതിന് ശേഷം അന്നിങ്ങനെ ആയിരുന്നില്ല. അന്നിങ്ങനെയല്ല, ഞാൻ ലാസ്റ്റ് വരുന്നില്ല. അത് കൊള്ളാം. അതാണ് സ്ഥിരമായി വരുന്ന ആളുകളുണ്ട്. എവിടെ വീട്? എവിടെ വീട്? ഇവിടെ തന്നെ, മാവൂരാണ്. ഇലക്ഷന്റെ ആവശ്യമൊക്കെ ആയോ? ഇലക്ഷൻ ആവുന്നുള്ളൂ. ഇങ്ങനെ ഈ കടയാ? എൻ്റെ ഇത് ഷോപ്പാണ്. ഈ ഷോപ്പ് എങ്ങനെയുണ്ട്? ഈ തീരത്തുനിന്ന് കട മുകളിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഉഷാറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ നല്ല തിരക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ കടലിൻ്റെ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരികയാണ്. എല്ലാവരും മിഠായി തെരുവ് പോലെ ഇവിടെ പോലെ അതിമനോഹരമായി. ഇപ്പോൾ ചെറിയ കുറവ്, അത് ഒരു നാണയത്തിന് 2 വർഷം പോലെ കുറവുകളൊക്കെ ഉണ്ടാവും. കുറവില്ലാത്ത മനുഷ്യരില്ല, ലോകമില്ല. അതേപോലെ തന്നെ ഇത് ഒന്നുകൂടെ ഉഷാറായിട്ടുണ്ട്. മറ്റേ തീരത്തുനിന്ന് ഇങ്ങോട്ട് ആക്കിയപ്പോഴേ എല്ലാം ഒന്നുകൂടെ ഉഷാറായിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഉഷാറായിരുന്നു. ജനങ്ങൾക്ക് ഇരിക്കാനുള്ള എല്ലാ സമയത്തും. പക്ഷെ ഒന്ന് പറയണ്ട, ഈ ടോയ്ലറ്റിന്റെ ഒരു പറയുന്നത് മാത്രമല്ല, അത് അപ്പുറത്ത് ടോയ്ലറ്റ് ബീച്ചിലില്ല, പുറത്ത് ഉണ്ടല്ലോ. അതുകൂടെ വന്നാൽ കുറച്ചുകൂടി സൗകര്യം. അല്ല, അതും കൂടെ വന്നാൽ ഒന്നുകൂടെ ഉഷാറ്. കാരണം സ്ത്രീകൾ, പ്രായം ചെന്ന അമ്മമാരൊക്കെയാണ് കഷ്ടപ്പെടുന്നത്. അതും ആ ടോയ്ലറ്റും കൂടെ വന്നാൽ ഒന്നുകൂടെ ഉഷാറായി. അതിൻ്റെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ടോയ്ലറ്റിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ടെന്ന്. എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ ഒരു ആവേശമൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ ഈ കോർപ്പറേഷൻ 45 വർഷത്തിന് ശേഷം UDF പിടിക്കുമെന്നാണ് ഇത്തവണ പറയുന്നത്. എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടോ? മാറ്റം വരും തോന്നും. അതിനൊന്നും പറയാനില്ല. ഇത് വന്നാൽ നല്ലതാണ്, ആര് ഭരിച്ചാലും നല്ലതാണ്. നല്ലത് വരട്ടെയെന്ന് ആശ്വസിക്കാം. ഇവിടെ വീട് ഏത് ഡിവിഷനിലാണ്? എൻ്റെ വീട് മാവൂരാണ്. മാവൂര് പെരുവേല വരെ ഷോപ്പുകാരനാണ്. ഓക്കെ, നമുക്ക് ഒരു എങ്ങനെയുണ്ട് പുതിയൊരു എക്സ്പീരിയൻസ്? ഇത് രസമായോ? ഈ ബീച്ചിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി വൃത്തിയായി തോന്നുന്നല്ലേ? വൃത്തിയായി മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ബ്രാൻഡാക്കി ചെയ്യാം. നമ്മളെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബ്രാൻഡാക്കി വേണമെങ്കിൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സുഖമാണ്. പിന്നെ ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് വരുന്നുണ്ട് ബീച്ചിലേക്ക്. പുറത്തുനിന്ന് കാസർഗോഡ് ആണെങ്കിലും അല്ലാത്ത സ്റ്റേറ്റ് ആണെങ്കിലും ആളുകൾ വരുന്നുണ്ട്. ഒന്നുകൂടെ അറിഞ്ഞ് ഒന്ന് വൃത്തിയും ക്ലീനൊക്കെ ആയിരുന്നില്ല ഒരു ഇത്. ഇപ്പം കാറ്റൊന്നും അടിച്ചാൽ മണ്ണൊന്നും വീഴത്തില്ല, നല്ല ഇല്ല, അത്യാവശ്യം സേഫ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു ടോയ്ലറ്റ് കൂടെ വന്നാൽ ഓക്കെ? ടോയ്ലറ്റ് ഇല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. പല ആളുകളും വന്നിട്ട് പറയാറുണ്ട് ടോയ്ലറ്റ് ഇല്ലാത്ത ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. അതൊന്നും
റെഡിയാക്കുകയാണെങ്കിൽ ഏകദേശം വൃത്തിയായി. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ്. നിങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നവരാ? കോഴിക്കോട് തന്നെ, ടൗണിൽ തന്നെ ഉള്ളവരാ? എങ്ങനെയുണ്ട് ഈ ബീച്ചിന്റെ ഒരു മാറ്റം? ബീച്ച് ഇപ്പൊ ഒന്നും കൂടെ സ്റ്റാൻഡേർഡ് ആയ പോലെ ഉണ്ട്. ഇപ്പൊ നേരത്തെ എല്ലാ കടകളും താഴെയായിരുന്നു. താഴെയായിരുന്നു. ഇതിപ്പോ ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ ഓരോരോ സ്റ്റാളുകൾ രീതിയിലാക്കിയപ്പോൾ കുറച്ചും കൂടെ കാണാൻ ഒന്നും കൂടെ ഭംഗി കൂടിയിട്ടുണ്ട്. രാത്രി സമയങ്ങളിലാണ് ഒന്നും കൂടെ ഭംഗിയുള്ളത്. നല്ല തിരക്കുണ്ട് ഇവിടെ അല്ലേ? തിരക്കുണ്ട്. തിരക്ക് പണ്ടത്തേക്കാളും അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരക്ക് കൂടുതലാണ്. അധികം ഏതാ ഡിവിഷനിലാണ് വോട്ട് എവിടെ ഉള്ളത്? വോട്ട് 18ാം വാർഡ്. 18ാം വാർഡ്. എങ്ങനെയുണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ആവേശമൊക്കെ? കുഴപ്പമില്ല, അത്യാവശ്യം. ഈ കോഴിക്കോട് കാലത്തിനനുസരിച്ച് ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? സിറ്റിയുടെ ഒരു മൊത്തത്തിൽ അത്യാവശ്യം നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം ബീച്ചിനെ നോക്കിയാൽ മതി. ബീച്ചിനിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. ആദ്യം മുമ്പൊന്നും ഇവിടെ നൈറ്റ് അത്ര ആളുകൾ വരലില്ല. ഇപ്പം നൈറ്റ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലം. പിന്നെ പുറത്തുനിന്ന് പഠിക്കാൻ വരുന്ന ആളുകളെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ നല്ല രീതിക്ക് ഇപ്പോൾ എറണാകുളം ട്രിവാൻഡ്രം പോലെ ആ ഒരു രീതിക്ക് തന്നെ കാലിക്കറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ രാഷ്ട്രീയം പണ്ടുണ്ടായിരുന്നു, പിന്നെ കണക്കാ. ഇവിടെ എന്തായാലും ഒരു രാഷ്ട്രീയ മാറ്റം, ഭരണമാറ്റം വരുമെന്ന് കരുതുന്നുണ്ടോ? കുറേ വർഷമായിട്ട് LDF ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണിത്. ഇത്തവണ എന്തെങ്കിലും മാറ്റം വരുമെന്ന് കരുതുന്നുണ്ടോ? ആളുകൾ തീരുമാനിക്കട്ടെ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. മാറ്റം വരണമെന്ന് തോന്നുന്ന ആണെങ്കിൽ വരട്ടെ, വരണ്ട തോന്നുന്നതാണെങ്കിൽ വരണ്ട. ഒന്ന് പറഞ്ഞ് 24-ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. മൊത്തത്തിൽ പയ്യനെക്കാട്ടി കഷ്ടം. ആദ്യത്തേനും നല്ലത്, ഇപ്പോഴത്തെ പറ്റ മോശമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള സീറ്റില്ല ആൾക്കാർക്ക്. പിന്നെ ആൾക്കാർ നിന്ന് നടന്ന് തിന്നണം. മറ്റാകുമ്പോൾ കടപ്പുറം വെച്ചാൽ കടപ്പുറം ഇരുന്നിട്ടെങ്കിലും തിന്നാനുള്ള സൗകര്യം ഉണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇതാ പീഡന അടുത്തടുത്തതിനെ കൊണ്ട് അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്തടുത്തതിനെ കൊണ്ട് കച്ചവടം പറ്റ മോശമാണ്. ഓരോരുത്തർ ഇപ്പോൾ ഈ പന്തൽ കെട്ടാനുള്ള സംവിധാനം ഇല്ല. അപ്പോൾ ഇത് ഫൈന് അടിക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ. കുറേ പ്രശ്നങ്ങളുണ്ട്. ഉദ്ദേശ രീതിയിൽ പോകുന്നില്ല കാര്യങ്ങൾ. ഉദ്ദേശ ജീവിതത്തിൽ പോകില്ല. ഒരു പറഞ്ഞ മാതിരി അല്ല ഇപ്പോൾ നടന്നത്. അതാണ് സംഭവം. അപ്പം ഈ ഇലക്ഷനൊക്കെ വരാൻ പോവാണ്. എവിടെ വോട്ട്? എവിടെ വോട്ട്? എവിടെ? വോട്ട് നേനാവളപ്പ്. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു ഇലക്ഷൻ ആവേശം? ഓ, അങ്ങനെ പോകുന്നുണ്ട്. സുഖസുന്ദരമായിട്ട് പോകുന്നുണ്ട്. ഇതാണ് എന്ത് സംഭവിക്കുന്ന പ്രതീക്ഷിക്കുന്നത്? ഈ LDF പറയുന്നത് 40-45 കൊല്ലമായിട്ട് അവർ ഭരിക്കുന്ന സ്ഥലമാണ്. UDF ഭരണം ഇത്തവണ പിടിക്കുന്നു. എന്താ തോന്നുന്നത് ഒരു നിലവിലെ രീതി വെച്ച് നോക്കിയാൽ? എന്താ നിലവിൽ തോന്നുന്ന പറഞ്ഞാൽ ഒന്ന് മറിയണം എന്നുള്ള ഒരു ആഗ്രഹക്കാരാണ് നമ്മള്. ഒന്ന് മാറ്റി മറിയണം എന്നുള്ള ഒരു ആഗ്രഹക്കാരാണ്. കുറേ നാളായിട്ട് ഓരോ കയ്യിൽ തന്നെ അല്ലേ. കുറേ അഴിമതികളാണ് കുറേ കോർപ്പറേഷനിലുള്ളത്. കുറേ അഴിമതി എന്ന് പറഞ്ഞാൽ കുറേ അഴിമതികളാണുള്ളത്. അതുകൊണ്ടാണ്, വേറെ ഒന്നല്ല. ഒന്നും മറിഞ്ഞൊന്ന് കാണണം. ചേട്ടാ അങ്ങനെയാണോ? ഇതൊന്നും മറിയട്ടെ എന്നാ പറയുന്നത്. ഒരു തവണ വരണം. അങ്ങനെ ആവട്ടെ. അങ്ങനെ തന്നെയാണ് ചേട്ടൻ്റെ ആഗ്രഹം. എങ്ങനെയുണ്ട്? എവിടെ വോട്ട്? എവിടാ? ഞാൻ വയനാട്ടിലാ. വയനാട്ടിലാ? അവിടെ വോട്ട് എവിടെ ഉള്ളത്? അവിടെ പോയോ വോട്ട്? ഇലക്ഷൻ ഇലക്ഷനായിട്ട് പോയിട്ടില്ല. വോട്ടുണ്ടെന്ന് പോകണം. ഇവിടുത്തെ ഒരു അവസ്ഥ, ഇവിടെ കുറേ നാളായോ കോഴിക്കോട്? ഇല്ല, 2 വർഷമാണെന്നുള്ളൂ. എന്നിട്ട് കോഴിക്കോട്ടെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെ തോന്നുന്നു? കുഴപ്പമൊന്നുമില്ല, നല്ല സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. മാറാനുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കുറെ കൂടെ മെച്ചപ്പെടണം അല്ലേ? എവിടെ സ്ഥലം? എവിടെ? കോഴിക്കോട് തന്നെ. ഈ ഇലക്ഷൻ്റെ ഒരു ആവേശമൊക്കെ എങ്ങനെയുണ്ട്? നടക്കുന്നുണ്ട്. എവിടെ വോട്ട്? എവിടെ? ഇവിടെ മീൻചന്ത വാർഡ്. മീൻചന്ത. അവിടെ ഡെപ്യൂട്ടി മേയറൊക്കെ മത്സരിക്കുന്ന സ്ഥലം അല്ലേ? എങ്ങനെയുണ്ട്? ഈ 40-45 വർഷമായിട്ട് LDF ഭരിക്കുന്നൊരു കോർപ്പറേഷനാണ്. അപ്പോൾ UDF പറയുന്ന ഇത്തവണ ഭരണം പിടിക്കുമെന്ന് പറയുന്നത്. എന്ത് തോന്നുന്നു? വല്ല മാറ്റം വരുന്നത്? UDF കിട്ടാൻ ചാൻസ് കുറവാണ്. നിങ്ങളുടെ അവിടെ കൂടുതലും LDF തന്നെയാണോ വരാൻ സാധ്യത? അല്ല, നമ്മളവിടെ BJP ആണ്. എന്നാൽ ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു വികസനം എങ്ങനെ തോന്നുന്നു? ഈ അത്യാവശ്യം വികസനം നഗരത്തിനുണ്ട്? വികസനമുണ്ട്, അല്ലാതെയും ഉണ്ട്, രണ്ടുണ്ട്. ഈ ബീച്ചിൻ്റെ ഒരു മാറ്റം എങ്ങനെ തോന്നുന്നു? ബീച്ചിൽ മാറ്റമുണ്ട്. ഉഷാറായി. എനിക്ക് പാർട്ടിപരമായിട്ടൊന്നും അറിയില്ല. വോട്ട് ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ട്. എങ്ങനെ നോക്കിയാ വോട്ട് ചെയ്യുന്നത്? ഈ രാഷ്ട്രീയം നോക്കിയാണോ വ്യക്തികൾ നോക്കിയാണോ? വ്യക്തികളെ നോക്കിയാ നമുക്ക് ആരിൽ നിന്നാണോ ഉപകാരം അതിനനുസരിച്ച് വോട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് പാർട്ടിപരമായിട്ട് ഇന്ന പാർട്ടിക്ക് ചെയ്യൂ എന്ന രീതിയിൽ ചെയ്യുന്നതല്ല. നമുക്ക് ആരാണോ ഉപകാരം ചെയ്യുന്നത് അവർക്ക് ചെയ്യാന്നുള്ള
അല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മാത്രം അങ്ങനെയുള്ളൂ അതോ എല്ലാ ഇലക്ഷനിലും അങ്ങനെ എല്ലാ ഇലക്ഷനും വ്യക്തികളെ നോക്കിയാണ് എല്ലായ്പ്പോഴും ആ അതെ അതെ ഈ കോഴിക്കോടിന്റെ ഒരു അവസ്ഥ എങ്ങനെയുണ്ട് നഗരത്തിന്റെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി ആളുകളും അതിനനുസരിച്ച് സഹകരിക്കണം എന്നായിരുന്നു. ഇപ്പോൾ ബീച്ചിന്റെ തന്നെ ഇത്രയും വികസനം കൊണ്ടുവന്നിട്ട് ആളുകൾ വേസ്റ്റ് ഇടുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ന്യൂസിൽ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ ആളുകളും അതിനനുസരിച്ച് സഹകരിക്കണം എന്നുള്ളൂ. സാധനം വൃത്തിയാക്കി ഇടുമ്പോൾ നമ്മളും കുറച്ച് കാര്യങ്ങൾ നോക്കണം അത്രേ. ഇത് വികസനം കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മൾ വൃത്തികേടാക്കാനാണ് നോക്കുന്നത് വെച്ചാൽ പിന്നെ എത്ര വികസനം കൊണ്ടുവന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മളും സഹകരിക്കുക, അത് വൃത്തിയായിട്ട് പരിപാലിച്ച് കൊണ്ടുനടക്കാൻ ജനങ്ങളും നിന്ന് ശ്രദ്ധിച്ചാൽ നന്നുന്നുണ്ട്. ഇതിപ്പം അവിടെ ബീച്ചിൽ നിന്ന് കടകൾ ഇങ്ങോട്ട് മാറ്റിയത് നന്നായെന്നാണ് തോന്നുന്നത്. നന്നായെന്നാണ് എൻ്റെ ഒരു സ്വയം അഭിപ്രായം. പക്ഷെ ഇതാണ് പ്രശ്നം, നമ്മൾ മലിനീകരിക്കുന്നുണ്ട് പലപ്പോഴും. ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്ത് തന്നെ ഇട്ട് പോകുന്നത് പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ അവിടെ ആയാലും ഇവിടെ ആയാലും സെയിം. ഇവിടേക്ക് ആകുമ്പോൾ കുറച്ചൊരു മെച്ചപ്പെടും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇങ്ങോട്ടായപ്പോഴും സെയിം അവസ്ഥ തന്നെയാണ്, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പം എനിക്കൊന്ന് അതാണ് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇവരെക്കാളും നമ്മളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു. അവരെല്ലാം അത് വൃത്തികേടാക്കുന്നത്, നമ്മൾ തന്നെയാണ് കഴിച്ചിട്ട് ആ ഭക്ഷണം അവിടെ തന്നെ ഉപേക്ഷിക്കുന്നത്. അപ്പം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഭരണത്തിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് കരുതുന്നുണ്ടോ ഇത്തവണ? അതിനെ പറ്റിയാണ് എനിക്ക് വലിയ നിലവിലെ ഇടതുപക്ഷം ഭരിക്കുന്ന സ്ഥലമാണ്, കുറെ വർഷങ്ങളായിട്ട് അവർ തന്നെ ഭരിക്കുന്നത്. അവർ തുടരുമോ അതോ എന്താ തോന്നുന്നു പുറത്തുനിന്നുള്ള ആളൊന്നും? എനിക്ക് അതില് ഒരു അഭിപ്രായങ്ങളൊന്നുമില്ല. ഇല്ല. ചേട്ടാ ഇവിടെ സ്ഥലം എവിടെ? ഞങ്ങളുടെ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഹരിപ്പാട്. എങ്ങനെയുണ്ട് ഹരിപ്പാട്ട് തെരഞ്ഞെടുപ്പ് ആവേശമൊക്കെ എങ്ങനെയുണ്ട്? അവിടെ നല്ല തിളക്കമാണ്, നല്ല പോരാട്ടമാണ്. ഈ കോഴിക്കോട് വരാറുണ്ടോ ഇടയ്ക്ക് അതോ? ഇല്ല, ഞങ്ങൾ ഒരു മാരേജിന് വേണ്ടി വന്നതാണ്. മാരേജിന് വന്നപ്പോൾ മോളെ ഒന്ന് കറക്കാൻ ഉദ്ദേശിച്ച് ബീച്ചിലോട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച്? കണ്ടിട്ട് നല്ല അതിഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ഈ ആലപ്പുഴ ബീച്ചും കോഴിക്കോട് ബീച്ചും തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി സുന്ദരമാണ് കോഴിക്കോട് ബീച്ച്. ആലപ്പുഴ ഇത്രയൊന്നുമില്ല, ഇത്രയൊന്നും ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കണ്ടിട്ടില്ല. എങ്ങനെയാണ് ആലപ്പുഴ ബീച്ചിൽ പോയിട്ടുണ്ടോ? ഏതാ നല്ല ബീച്ച്? ഏതാ കുറച്ചുകൂടെ? കോഴിക്കോട്. ആദ്യമായിട്ടാ കോഴിക്കോട് വരുന്നേ? ഫസ്റ്റ് ടൈം. ഈ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല അല്ലേ? ഇല്ല. അപ്പോൾ വോട്ട് എന്തായാലും അല്ലേ? വോട്ട് ഈ പഞ്ചായത്ത് ഇലക്ഷന് ജനങ്ങൾക്ക് നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ ആരാ നമുക്ക് സഹായിക്കുമെന്നുള്ളത്, അതനുസരിച്ച് വോട്ട് ചെയ്യും. രാഷ്ട്രീയത്തിനപ്പുറം രമേശ് ചെന്നിത്തലയുടെ സ്ഥലമാണ് അല്ലേ? പ്രയോജനമൊന്നുമില്ല. രമേശ് ചെന്നിത്തലയെ കൊണ്ട് പ്രയോജനമില്ല. ഇത്രയും നാൾ വോട്ട് നമ്മുടെ കുടുംബവും 82 വോട്ട് ചെയ്യുന്നൊരു ഗുണമില്ല. 82 രമേശ് ചെന്നിത്തലയ്ക്ക്. പിന്നെ ഞാനൊരു എക്സ് സർവീസ് എറണാകുളം പ്രദേശം വിട്ട് പോസ്റ്റിലോട്ട് വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊരു ഗുണം ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്നു, ആഭ്യന്തരമന്ത്രി ആയിരുന്നു. ഞാനിപ്പം നാട്ടില്ല, ഞാൻ നാട്ടിൽ വന്നിട്ട് 5-8 വർഷമായുള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് പ്രതീക്ഷയുണ്ട്. പഞ്ചായത്ത് ഇലക്ഷന് കമ്മ്യൂണിസ്റ്റുകാർ മെമ്പറായി കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷനെ കൊടുത്തില്ല. പിന്നെ മറ്റ് ഇലക്ഷനൊക്കെ വരുമ്പം നമ്മൾ BJP ആണ് സാറിന് നമ്മുടെ ഒരു പ്രതീക്ഷ. ആ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കാരുണ്ട്, മോദിയിൽ നിന്നും നല്ല ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അവരുടെ പാർട്ടിയെ ജയിപ്പിക്കുക എന്നുള്ളൊരു മനസ്സിലിരിപ്പാണ്. ഇലക്ഷന്റെ ആവേശമൊക്കെ എങ്ങനെയുണ്ട് മഞ്ചേരി? അടിപൊളിയാണ്. മഞ്ചേരിയല്ല, അങ്ങനെ തൃപ്പഞ്ചി. ഭയങ്കര പോരാട്ടമാണ് അവിടെ. കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ കോഴിക്കോട് സ്ഥിരം വരാറുണ്ടോ അതോ? ഇല്ല, വല്ലപ്പോഴും. എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ചൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. നേരത്തെ എന്തെങ്കിലും മാറ്റമുണ്ടോ ബീച്ചിന്? ഉഷാറല്ലേ? ഉഷാറാണ്. ഏതെങ്കിലും പാർട്ടിക്ക് വല്ല താല്പര്യമുള്ളവരാണോ അതോ ഈ പഞ്ചായത്തിൽ ഈ വികസനം? എല്ലാ പാർട്ടിയും വേണ്ടേ. എങ്ങനെയാ വോട്ട് ചെയ്യുന്നത് ഈ പഞ്ചായത്തിൽ? രാഷ്ട്രീയം നോക്കിയാണോ വ്യക്തികളെ നോക്കിയാണോ? വ്യക്തികളൊക്കെ. അതെപ്പോഴും അങ്ങനെ കൊടുക്കാറുണ്ട്. നമുക്ക് ഉപകാരമുള്ള ആൾക്കാരല്ല നമുക്ക് വ്യക്തികളാകാൻ പറ്റുള്ളൂ. നമുക്ക് രാഷ്ട്രീയം ഇല്ല, എല്ലാവരും ഒരുപോലെ. രാഷ്ട്രീയമില്ല, എല്ലാവരും ഒരുപോലെ. എന്തായാലും എവിടെ സ്ഥലം എവിടെ? നരിക്കുനി. എങ്ങനെയുണ്ട് ഇലക്ഷന്റെ ആവേശം? ചൂടായിട്ട് പോകുന്നുണ്ട് പരിപാടികളൊക്കെ. ഉഷാറാണ്. ഈ ബീച്ചിൽ വരാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? എങ്ങനെയുണ്ട് ബീച്ചിന്റെ ഈ പുതിയ സൗകര്യങ്ങൾ? ഇതൊക്കെ സെറ്റപ്പ് ആയില്ലേ മൊത്തം? ഉഷാറായി. ഈ സൈഡില് ഈ ഇതൊക്കെ വെച്ചത് നന്നായതാണ് തോന്നുന്നത് അല്ലേ? പിന്നെ നല്ല കാര്യമല്ലേ. ഈ ഇലക്ഷനിൽ ആര് ജയിക്കുമെന്നാ തോന്നുന്നത്? കോർപ്പറേഷൻ ആരാ? LDF തന്നെ നിലനിർത്തുമോ അതോ UDF പിടിക്കുമോ? എന്താണ് ഒരു കണക്കൂട്ടൽ? അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. കോർപ്പറേഷന്റെ കാര്യത്തിലൊന്നും ഒരു ധാരണയില്ല. ഇല്ല. നമ്മളെ വാർഡിന്റെ ഒക്കെ ആണെങ്കിൽ ഓർമ്മ ഉണ്ടാവും. വാർഡിലൊക്കെ എങ്ങനെയുണ്ട്? ഓളാണോ? ഉഷാറാണ്. എങ്ങനെയുണ്ട്? ഉഷാറാ. ആൾക്കാരൊക്കെ വീട്ടിലൊക്കെ എത്തി വോട്ട് പിടിക്കാൻ? ബീച്ചിൽ വരാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ഇപ്പൊ എങ്ങനെയുണ്ട് മാറ്റം? ബീച്ചിലെ മാറ്റം നല്ല ഇരിക്കാനൊക്കെ നല്ല സൗകര്യം. ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം അല്ലേ?
എന്തായാലും നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ബീച്ച്. ബീച്ചിൽ നിരവധി ആളുകൾ പുറത്ത് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള ആളുകൾ വരുന്നുണ്ട്. പുതിയ മാറ്റത്തെ അവർ സ്വീകരിക്കുന്നുണ്ട്. ഈ മാറ്റം പോലെ തന്നെ കോർപ്പറേഷനിലും ഒരു മാറ്റം വരുമോ എന്നതാണ് രണ്ട് മുന്നണികളും നോക്കിക്കാണുന്നത്. ഒരു വിഭാഗം ആളുകൾ മാറ്റങ്ങൾ വരില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം ഒരു അട്ടിമറി ഇത്തവണ കോർപ്പറേഷൻ നടക്കും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്.